വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ നിന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്, ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായി എന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായി എന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്റെ ശക്തിയിൽ ശാപബന്ധനത്തിന് ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തിയിൽ ശാപബന്ധനത്തിന് ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. ആകുല ചിന്തയാൽ നിറയുന്നില്ല, ഭാരങ്ങളോർത്തിനി കരയുന്നില്ല. ആകുല ചിന്തയാൽ നിറയുന്നില്ല, ഭാരങ്ങൾ
ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവിനെ മുറുകെ പിടിക്കുക എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിച്ച് ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പിറപ്പുകളുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ദൈവത്തെ നാം വിടാതെ മുറുകെ പിടിക്കേണ്ടവരാണ്. കാരണം ദൈവമൊഴികെ മറ്റാരും മറ്റൊന്നും നമ്മോടുകൂടെ നമ്മുടെ അന്ത്യം വരെ കാണുകയില്ല. ഒരിക്കലും നമ്മെ കൈയൊഴിയാത്തവനും നമ്മെ വഴിയിൽ വിട്ടിട്ട് പോകാത്തവനുമാണ് നമ്മുടെ സ്നേഹവാനായ പിതാവാം ദൈവം. നാം അവനെ വിടാതെ ഇരിക്കുമെങ്കിൽ അവനും നമ്മെ വിട്ടുകളയുകയില്ല. ദൈവത്തെ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ തങ്ങളുടെ പരിമിതികളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കും. ദൈവത്തെ ഒഴിച്ചു നിർത്തി നമുക്കൊന്നും സാധ്യമാകുകയില്ല എന്ന് പ്രിയരെ നാം വ്യക്തമായി തിരിച്ചറിയണം. അങ്ങനെയുള്ളവർ എപ്പോഴും ഏതവസ്ഥയിലും തങ്ങളുടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി കാത്തിരിക്കും. അങ്ങനെയുള്ള ദൈവമക്കളുടെ വിടുതലും അനുഗ്രഹങ്ങളും ശ്രേഷ്ഠമായതായിരിക്കും. ദൈവജനത്തിനു നേരെ മോവാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ഒരു കൂട്ടവും കൂടി വലിയ ഒരു സമൂഹമായി കയറി വന്നപ്പോൾ ശത്രുനിരയുടെ വലിപ്പവും ശക്തിയും കണ്ട് ഭയപ്പെട്ടു പോയ യഹോശാഫാത്ത് എന്ന രാജാവ് ചെയ്തത് ദൈവമക്കൾക്ക് എക്കാലത്തും അനുകരിക്കുവാൻ തക്ക നല്ല മാതൃകയായിരുന്നു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയുടെ സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷയം മുൻപിൽ രൂപപ്പെട്ടു വരുന്നു എന്ന് കേട്ട മാത്രയിൽ അതിനെ ബുദ്ധി കൊണ്ട് പ്രതിരോധിക്കാനോ ആൾബലം കൂട്ടി സ്വന്തം വഴി തിരഞ്ഞെടുക്കുവാനോ തുനിയാതെ ദൈവമുഖം അന്വേഷിപ്പാനും ദൈവത്തിൻ്റെ സഹായം ചോദിപ്പാനും അവർ ഒരുമിച്ചുകൂടി ദൈവസന്നിധിയിൽ വിഷയം വെച്ചു. ദൈവം മുൻപാകെ യഹോവ ഭക്തർ കൊണ്ടുവരുന്ന ഏത് വിഷയത്തിനും പ്രിയരെ ദൈവം മറുപടി നൽകുന്നവനാണ്. ഇവിടെ യഹോശാഫാത്തും ദൈവത്തെ മാത്രം ശരണമാക്കിയതിനാൽ ഒരു വലിയ വിടുതലാണ് തൻ്റെ ജീവിതത്തിൽ ലഭിച്ചത്. താൻ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തോട് അപേക്ഷിച്ച അപേക്ഷ യഹോവ ശ്രദ്ധ വച്ച് കേട്ട് മറുപടി നൽകി. ദൈവമേ, ഞങ്ങളുടെ നേരെ കടന്നു വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ഞങ്ങൾക്കിവിടെ എന്ത് ചെയ്യണമെന്നും അറിയുകയുമില്ല. ഞങ്ങൾ നിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. ഞങ്ങൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ദാവീദ് കാണിച്ച മാതൃക ഇളം തലമുറയും പിന്തുടരുന്നു. ദാവീദ് എന്താ മാതൃക കാണിച്ചത്? ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരും.
ഈ പ്രത്യാശയിലാണ് യഹോശാഫാത്തും വിളിച്ചപേക്ഷിച്ചത്. ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്ക് ഉയർത്തുന്നു, ഞങ്ങളെ സഹായിക്കണം. പ്രിയരെ, ആ നിലവിളിക്ക് ദൈവം ഉടൻ തന്നെ മറുപടി കൊടുത്തു. ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞത്, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രയെന്ന്. പ്രിയരെ, ജീവനുള്ള ദൈവത്തെ മാത്രം ആരാധിക്കാൻ ഇറങ്ങിയ ദൈവമക്കൾ തങ്ങളുടെ നേരെ കടന്നു വരുന്ന ഏത് ശത്രുതന്ത്രങ്ങളെയും ഭീഷണികളെയും കേട്ട് കണ്ട് ഭയപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, ദൈവമേ, നീ ഒഴികെ എൻ്റെ ജീവിതത്തിൽ യാതൊരു വിടുതലുകളും ഉണ്ടാകുന്നില്ല, നീ ഒഴികെ എനിക്കൊരു നന്മയും വേണ്ട എന്നും അങ്ങനെ സഹായിക്കണം എന്നും അപേക്ഷിച്ചാൽ നിശ്ചയമായും പ്രിയരെ, നാം ദൈവത്തെ മാത്രം ശരണമാക്കിയ ദൈവം നമുക്ക് വേണ്ടിയുള്ള സഹായം കൽപ്പിച്ചയക്കുവാൻ ഇടയാകും. ദൈവത്തിന് നമ്മെ സഹായിക്കുവാൻ ആഗ്രഹമുണ്ട്, നാം വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി. ദൈവത്തിന് നമ്മെ സഹായിക്കുവാൻ ദൈവത്തിന് വ്യത്യസ്തമായ വഴികളുണ്ട്. ദൈവം ആരെയും ഏതിനെയും എന്തിനേയും തൻ്റെ കരങ്ങളിൽ നമ്മെ സഹായിക്കാനായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ദൈവമാണ്. തന്നെ മാത്രം ശരണമാക്കിയിരിക്കുന്നവരെ ദൈവം ഒരു നാളും പ്രിയരെ കൈവിടുകയില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്നൊരു ചോദ്യമാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം പ്രിയരെ ഭൗതിക നന്മ മാത്രമാകാതെ ആത്മീയ നന്മയും നമ്മുടെ ലക്ഷ്യമാകണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്രകാരമുള്ളവരാണ് ദൈവത്തെ വിടാതെ മുറുകെ പിടിക്കുന്നത്. അവരുടെ അപേക്ഷകൾ ഒരിക്കലും ദൈവം കേൾക്കാതെയും മറുപടി കൽപ്പിക്കാതെയും ഇരിക്കുകയില്ല. ഉടപ്പുറപ്പുകളെ, സകലത്തിൻ്റെയും ദാതാവായ ദൈവത്തെ വിടാതെ മുറുകെ പിടിക്കുന്നതാണ് ഒരു ദൈവപൈതലിന് എപ്പോഴും ആവശ്യം. നമുക്ക് എപ്പോഴൊക്കെയാണ് ഓരോരോ വിഷയങ്ങൾ നേരിടേണ്ടി വരിക എന്നത് നമുക്കറിയാൻ കഴിയില്ലല്ലോ. ആവശ്യങ്ങൾ നേരിടുമ്പോൾ മാത്രം ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതും അവങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുകയും ചെയ്യുന്നതല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് ജഡികരായ മനുഷ്യരാണ് അങ്ങനെ ചെയ്യുന്നത്. നാം മക്കളാണ്. മക്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നാം ഏത് സമയവും ദൈവിക ചിന്തയുള്ളവരും കർത്താവിനെ വിടാതെ എപ്പോഴും മുറുകെ പിടിക്കുന്നവരുമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്രകാരം ഏത് സമയവും ഏതു നേരം ഏത് കാലത്തും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന, അതിന് താല്പര്യപ്പെട്ട് കാത്തിരിക്കുന്നു പരിശുദ്ധ പിതാവിങ്കിലേക്ക് എപ്പോഴും നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാൻ നമ്മുടെ കണ്ണുകളിൽ. ഇന്ന് പകലിലും അങ്ങനെ ഒരു ജീവിതം ശീലിച്ചു തുടങ്ങുക പ്രിയരെ. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുക, അങ്ങനെ ദൈവമുഖം അന്വേഷിച്ചു തുടങ്ങുക. ദൈവം നമ്മളെ ആദരിക്കുന്നത് മാനിക്കുന്നത് നമുക്ക് കാണാനും അനുഭവിക്കാൻ കഴിയും. പ്രാർത്ഥനിക്കാൻ നമ്മുടെ കണ്ണുകളിലേക്ക്. സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചനത്തിന് ചിന്തയാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് ഇടയാക്കണമേ. ഒരു പടിയൂടെ കർത്താവിനോട് കൂടുതൽ അടുത്ത് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കർത്താവ്, ആത്മീയമായ നന്മയ്ക്കും വേണ്ടിയും കർത്താവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കും. കർത്താവിൻ്റെ വലിയ നടത്തിപ്പിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യും. ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രം കർത്താവെ നിന്റെ മുഖം അന്വേഷിക്കും. അല്ലാത്തപ്പോൾ എപ്പോഴും ഞങ്ങളുടെ പിതാവിൻ്റെ മുഖം അന്വേഷിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ജീവിതം ഇന്ന് പകലിലും നയിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുമേൽ കർത്താവിൻ്റെ മറുപടി കൽപ്പിച്ചാൽ മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.